പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതി HSA സോഷ്യൽ സയൻസിന്റെ ബാച്ച് എൻട്രിയിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന്. ഇവിടെ എന്നോടൊപ്പം തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. എൻട്രിയിൽ സോഷ്യൽ സയൻസിന്റെ ഓരോ ഐച്ഛിക വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന മാസ്റ്റർ അക്കാദമിക് നോളജ് ഉള്ള, എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള, വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അധ്യാപകർ എൻ്റെ കൂടെ ഉണ്ട്. നമുക്കിന്ന് ഈ അധ്യാപകരുടെ ചർച്ചയിലൂടെ എന്തൊക്കെ വസ്തുതകളാണ് മുന്നോട്ട് വെക്കുന്നതെന്നും എന്തുകൊണ്ട് എൻട്രി HSA സോഷ്യൽ സയൻസ് എടുക്കണം എന്നതിനെ കുറിച്ചും നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ, പ്രത്യേകിച്ച് ജനറൽ PSCയിലെ ഉദ്യോഗാർത്ഥികൾ അടക്കം ഏറ്റവും അധികം പിന്തുടരുന്നത് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായിട്ടുള്ള ജോഗ്രഫി അധ്യാപകനായിട്ടുള്ള ബിപിൻ സാറിനെയാണ്. ബിപിൻ സാറ് ഒരു ഇൻട്രൊഡക്ഷന്റെ കാര്യമില്ല, ബിക്കോസ് ഈസ് വെരി ഫെമിലിയർ അബൌട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കോച്ചിങ് ഫീൽഡ്. സോ സാറിനോട് നമുക്ക് ചോദിക്കാം, കഴിഞ്ഞ HSA സോഷ്യൽ സയൻസ് ജോഗ്രഫി മേഖല കടുപ്പിച്ചിരുന്നോ, അതോ ജോഗ്രഫി എങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് സാറിൽ നിന്നും അറിയാം. നമസ്കാരം. അപ്പോൾ സാറേ, കഴിഞ്ഞ HSA സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഏറ്റവും സന്തോഷമായത് എനിക്കായിരുന്നു. കാരണം അതിൽ ജോഗ്രഫിയുടെ ചോദ്യങ്ങൾ വളരെ സിമ്പിൾ, ഏറ്റവും സിമ്പിൾ. മറ്റ് വിഷയങ്ങളൊക്കെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് ജോഗ്രഫി ഏറ്റവും സിമ്പിളായിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് 20 ക്വസ്റ്റ്യൻസ് ജോഗ്രഫിയുടെ വന്നത്. അതും അത്രയും ഡെപ്തിലല്ല ചോദിച്ചേക്കുന്നതും. സാധാരണ ഒരു HSA എക്സാമിന് നമ്മൾ തീർച്ചയായിട്ടും NCERT ക്വസ്റ്റ്യൻസിൽ NCERT ടെക്സ്റ്റ് ബുക്കിലേക്ക് നമ്മൾ എംഫസൈസ് ചെയ്യാനായിട്ട് പറയും കുട്ടികളോട്, അതിൽ കൂടുതൽ സ്ട്രെസ് കൊടുക്കാനായിട്ട് പറയുമെങ്കിലും നോർമൽ SCERT പുസ്തകങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാർഷിക വിളകൾ, സാമ്പത്തിക ഭൂമിശാസ്ത്രത്തിൽ നിന്ന് കാർഷിക വിളകൾ, അതുപോലെ കൊങ്കണിനെ പറ്റി ചോദ്യം വന്നിരുന്നു. പിന്നെ അതുപോലെ ചുരങ്ങൾ, നാദുല, സാധാരണ PSC പരീക്ഷയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ബാക്കിയുള്ള മൊഡ്യൂളുകളെ അപേക്ഷിച്ച് ജോഗ്രഫി ആയിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ജോഗ്രഫി ആയിരുന്നു. അത് ഏറ്റവും നമ്മളൊരു 4-5 ഏരിയാസ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മാർക്ക് കിട്ടുമായിരുന്നു എന്നുള്ളതാണ് വലിയ കാര്യം. തിയറിയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി, തിയറിയുടെ ഭാഗത്തേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ ജിയോമോർഫോളജി, പ്രത്യേകിച്ച് ഭൂരൂപങ്ങളിൽ നിന്ന് കുറച്ച് 1-2 ചോദ്യങ്ങൾ വന്നിരുന്നു. കാറ്റുകൾ, അവിടുന്ന് അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് കാറ്റുകളിൽ നിന്ന് കുറച്ച് ഒരു ചോദ്യം വന്നിരുന്നു. എനിക്ക് തോന്നുന്നു 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ലാൻഡ് ഫോംസ് ആയിരുന്നു. ലാൻഡ് ഫോംസ് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ലാൻഡ് ഫോംസ് ചോദിച്ചു. പിന്നെ അതുപോലെ കാറ്റ് നമ്മുടെ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം ജോഗ്രഫിക്ക് ഇപ്രാവശ്യം നമ്മൾ അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം എങ്ങനെയാണോ HSA എക്സാമിന് കുട്ടികളെ ഒരുക്കിയത്, അതേപോലെ തന്നെ SCERT, അതേപോലെ തന്നെ NCERT ടെക്സ്റ്റും കൃത്യമായിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞ വർഷത്തെ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഒരു ചോദ്യത്തിൻ്റെ നിലവാരത്തിൽ അവരെ പഠിപ്പിക്കും. മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ പരിശീലിപ്പിക്കുന്നുണ്ട് ഇനി വരുന്ന പരീക്ഷയ്ക്ക്, അഥവാ പരീക്ഷ കടുപ്പമായ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ജോഗ്രഫി ടേം വെച്ചുള്ള ഒരു ട്രിക്കിന്റെ കാര്യം. അതെ, ഈ ജോഗ്രഫി ഇഷ്ടംപോലെ പദങ്ങൾ വരുന്ന ഒരു വിഷയമാണല്ലോ. അപ്പോൾ ആ പദങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താം. വളരെ സിമ്പിളായിട്ട് കുറേ കാര്യങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താവുന്ന കുറേ ട്രിക്സുകളുണ്ട്. അത് നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അവർക്ക്. പിന്നെ ഏറ്റവും എളുപ്പത്തിൽ ജോഗ്രഫി പഠിക്കേണ്ടത് മാപ്പുകളുടെയും അതുപോലെ ചിത്രങ്ങളുടെ സഹായത്തിലാണ് ജോഗ്രഫി പഠിപ്പിക്കുന്നത്. ശരിക്കും ഒരു വൈറ്റ് ബോർഡ് മതി ജോഗ്രഫി പഠിക്കാൻ, ആവശ്യമില്ല. നമ്മുടെ ഒരു അറ്റ്ലസ് ഉണ്ടെങ്കിൽ, ഒരു ഇന്ത്യയുടെ മാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഭൂപ്രകൃതി പഠിക്കാനായിട്ട് പറ്റും. ഒരു വേൾഡ് ജോഗ്രഫി ഉണ്ടെങ്കിൽ നമുക്ക് വേൾഡ് ഡിസ്ട്രിബ്യൂഷൻ, ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സിംപ്ലിഫൈഡ് ഫോം ഓഫ് ജോഗ്രഫി എന്ന് പറയാം. അതായിരിക്കും നമ്മൾ എൻട്രിയിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് കഴിഞ്ഞ പ്രാവശ്യം HSA സോഷ്യൽ സയൻസിന് ഏറ്റവും അധികം 14 ജില്ലകളിലെയും ഉദ്യോഗാർത്ഥികൾ ഏറ്റവും തുടക്കത്തെ റാങ്കുകൾ കരസ്ഥമാക്കിയ പ്ലാറ്റ്ഫോമായിട്ട് എൻട്രി മാറാൻ കാരണം. നമുക്ക് അഞ്ജു മിസ്സിലേക്ക് പോകാം. ടീച്ചറെ, ചരിത്രത്തിന്റെ ചാരിത്രം നഷ്ടപ്പെടുത്താതെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ചരിത്ര അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി. പ്രത്യേകിച്ച് പ്രീ ഹിസ്റ്റോറിക് പീരീഡിലും ഹിസ്റ്റോറിക് പീരീഡിലും മോഡേൺ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് ഇയർ ബൈ കൺഫ്യൂഷൻസ് കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്, അങ്ങോട്ട് ഡൈജസ്റ്റബിൾ ആകാറില്ല. സോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടായിരുന്നു ടീച്ചറിന് HSA സോഷ്യൽ സയൻസിൽ എന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയായിരുന്നു ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്? ചരിത്രം സാധാരണഗതിയിൽ പിള്ളേർക്ക് അത്ര ദഹിക്കുന്ന ഒരു ഏരിയ അല്ല. കാരണം സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേരുകൾ പഠിക്കണം, വർഷങ്ങൾ പഠിക്കണം. അപ്പം അത് വളരെ സിമ്പിളായിട്ട് കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു കഥ പോലെ ഓർത്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ
നമുക്ക് ചരിത്രം വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അതിൽ നമുക്കൊരു ബോറിങ് അനുഭവപ്പെടത്തില്ല. അപ്പം ഒരു മാലയിൽ മുത്തു കോർക്കുന്ന പോലെ നമ്മൾ കോർത്ത് പഠിക്കുവാണെങ്കിൽ നമുക്കൊരു റിവിഷൻ്റെ ആവശ്യം വരുന്നില്ല. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കും. അതേപോലെ HSAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പം നമുക്ക് 20 മാർക്സിൻ്റെ ആയിരുന്നു ഡിവിഷൻ ഉണ്ടായിരുന്നത്. ആ 20 മാർക്സിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളും കഴിഞ്ഞ HSA എക്സാമിൽ വന്നിരുന്നു. അതേപോലെ സിലബസ് കംപ്ലീറ്റ്ലി കവർ ചെയ്യത്തക്ക രീതിയിൽ എല്ലാ ഏരിയാസിൽ നിന്നും ഒരു ഏരിയയിലെയും വിട്ട് നിർത്തി ആരെ സങ്കടപ്പെടുത്തിയിട്ടില്ല. എല്ലാ ഏരിയാസിൽ നിന്നും നമുക്ക് സിവിലൈസേഷൻസ് സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ഈ ഇൻഡസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻസും മെസപ്പൊട്ടോമിയനും ഒക്കെ വരുമ്പോഴത്തേക്ക് ഗ്രീക്ക് റോമൻ സിവിലൈസേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും. അവിടെ ടീച്ചർ എന്ത് ട്രിക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചത്? അവിടെ സിവിലൈസേഷൻ പഠിപ്പിക്കുമ്പം നമ്മൾ മെയിനായിട്ട് നമുക്ക് 2 സിവിലൈസേഷൻ, അതായത് ബ്രോൺസ് ഏജ് സിവിലൈസേഷനും അയൺ ഏജ് സിവിലൈസേഷനും ആയിരുന്നു 2 നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ, ഈ ഡിവിഷൻ തന്നെയാണ് ഞാൻ ആദ്യം പഠിപ്പിച്ചു കൊടുത്തത്. ബ്രോൺസ് ഏജിന് എക്സാമ്പിൾ എന്തൊക്കെ, അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മുടെ പിള്ളേർക്കെല്ലാം അറിയാം. അപ്പം അതിൻ്റെ കൂടെ ബാക്കി എന്തൊക്കെയാ കണ്ടംപററി ആയിട്ടുള്ള സിവിലൈസേഷൻ ഉണ്ടായിരുന്നു, ഫസ്റ്റ് അത് പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് ഓരോന്നിനെയും റിലേറ്റ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ ജോഗ്രഫിയൊക്കെ അറിഞ്ഞു വെക്കുന്ന കുറച്ച് നല്ലതാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് നമ്മൾ പതുക്കെ ലെഫ്റ്റിലേക്ക് സഞ്ചരിച്ച് അങ്ങ് പോകുമ്പോഴേക്കാണ് ഈ പറയുന്ന മെസപ്പൊട്ടോമിയക്കാരെയും ഈജിപ്തുകാരെയും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പം അതെല്ലാം കൂടെ കോർത്തിണക്കി ഒരു കഥ പോലെ. അത് മാത്രമല്ല ഫ്രീക്വന്റ് ആയിട്ട് റിവിഷൻ, ഏത് ഏജ് വെച്ചുകൊണ്ട് അതിനെ ഇയർ വൈസ് ഉള്ള ഒരു കമ്പാരിസൺ. ഓക്കെ, താങ്ക് യു ടീച്ചർ. നമുക്ക് എക്കണോമിക്സിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഫിലോസഫിയും ഈവൻ സൈക്കോളജിയും സോഷ്യോളജിയും ഒക്കെ പഠിച്ച അധ്യാപക ബിരുദധാരികളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ സയൻസിൽ അവർ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എക്കണോമിക്സിന്റെ തിയറീസ് ആണ്, അല്ലെ ടീച്ചറെ? തീർച്ചയായും. കാർഡിനൽ അപ്രോച്ച്, ഓർഡിനൽ അപ്രോച്ച്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പോലെയുള്ള നാഷണൽ ഇൻകം കൺസംഷൻ കാൽക്കുലേഷൻ, ഇതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്കണോമിക് ടേമുകളും തിയറിറ്റിക്കൽ ആസ്പെക്റ്റും അതിന്റെ സ്റ്റാറ്റും ഒക്കെ കുട്ടികൾ പഠിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു യു ഹാവ് എൻ ആക്വർ നോളജ് അബൌട്ട് ദാറ്റ് സബ്ജക്ട് ബിക്കോസ് ടീച്ചർ കേരള യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം കാവ്യ മിസ്സിന് ഇപ്രാവശ്യത്തെ ഈ HSA ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി എന്ത് ഇന്നോവേറ്റീവ് ആയിട്ടാണ് ടീച്ചർ ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്? നമ്മളെ കോഴ്സ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു, ഈ ഓഗസ്റ്റ് 1 ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. എന്താണ് ടീച്ചർ മെയിൻ അട്രാക്ഷൻ ആയിട്ട് നമുക്ക് ഈ പൊതുവേദിയിൽ പറയാൻ പറ്റുന്നത്? എക്കണോമിക്സിൽ ജനറലി സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് തിയോറട്ടിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. അപ്പോൾ ഈ തിയറി മൊത്തം ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട് ആയിരിക്കാം. ഞങ്ങൾ എന്താ ചെയ്യുന്നത്, നമ്മളിവിടെ ഒരു ടീമായിട്ട് പ്ലാൻ ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, ട്രിക്ക് തന്നെയാണ്. ആ ട്രിക്ക് എങ്ങനെയാണ്, നമ്മൾ കീവേഡ്സ് പ്രിപ്പയർ ചെയ്യും, കീവേഡ്സ് അസോസിയേറ്റ് ചെയ്ത് ടേംസ് കൊടുക്കും. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക്സ് റിയൽ ലൈഫായിട്ട് വരെ റിലേറ്റ് ചെയ്തിട്ടാണ് ആ കുട്ടി പഠിക്കുന്നത്. അങ്ങനെ ഒരു കൊട്ടുണ്ട്, അതായത് മറ്റേത് വിഷയത്തെക്കാളും സാമ്പത്തിക ശാസ്ത്രം ഒരു സാധാരണ മനുഷ്യൻ, അതെ, സാധാരണ ഒരു റാഷണൽ ഹ്യൂമൻ ബീങ് പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പം തിയറി ആയാലും അത് പ്രാക്ടിക്കൽ സൈഡ് ആയാലും റിയൽ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ഒന്നും ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള കാര്യമായിരിക്കും. മൈക്രോ എക്കണോമിക്സിനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, മാക്രോയ്ക്കാണോ? അവിടെ രണ്ടിനും പ്രാധാന്യം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ പഠിക്കാത്തൊരു വിദ്യാർത്ഥിക്ക് ഒരിക്കലും മാക്രോ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതും നമ്മളിപ്പോൾ തിയറിയിലേക്കൊന്നും ആഴത്തിലൊന്നും ടച്ച് ചെയ്ത് പോകണമെന്നില്ല, കാരണം ഇത് എല്ലാ ബ്രാഞ്ചസിലുള്ളവർ എഴുതുന്ന ഒരു എക്സാം ആണ്. അപ്പം അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, അതുമായി അസോസിയേറ്റ് ചെയ്യുന്ന കീവേഡുകൾ, അതിനായിട്ട് സ്റ്റാൻഡേർഡ് ഡിവിഷൻ, ക്വാർട്ടർ ഡിവിഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ ഈ ജനറൽ PSC മാത്സിൽ ഉപയോഗിക്കുന്ന ട്രിക്കുകൾ ഉപയോഗിക്കാം ഡെഫിനറ്റ്ലി. കാരണം എന്താ, നമുക്ക് അവിടെ ചോദിക്കുന്ന അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത്. അപ്പോൾ ഒരൊറ്റ എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് അവിടെ പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ ടീച്ചർ, എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നി ടീച്ചറിന്റെ റെസ്പോൺസ്. നമുക്ക് മറ്റൊരു എക്കണോമിക്സ് അധ്യാപികയായിട്ടുള്ള സൗമ്യ ടീച്ചറിലേക്ക് പോകാം. ടീച്ചർ എങ്ങനെയായിരിക്കും ഇപ്രാവശ്യം, നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? HSA സോഷ്യൽ സയൻസ് എക്സാം എന്ന് പറയുമ്പോൾ എല്ലാ സ്ട്രീമിലുള്ള കുട്ടികൾ എഴുതുന്ന എക്സാമാണ്. അപ്പോൾ കാവ്യ മിസ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, തിലകം പറയുന്നുണ്ട് ഭൂലോകത്തിൻ്റെ സ്പന്ദനം മാത്സിലാണെന്ന്, അല്ലേ? പക്ഷെ ഞാൻ പറയും ലൈഫിൻ്റെ സ്പന്ദനം എക്കണോമിക്സിലാണ്. അപ്പോൾ എന്ത് പഠിപ്പിച്ചാലും ഞാൻ അത് ലൈഫ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിപ്പിക്കാറുള്ളൂ. സാധാരണ കുട്ടികൾ അത്ഭുതപ്പെടാറുണ്ട്, മിസ് ക്ലാസ് എടുക്കുക തന്നെയാണോ എന്ന് ചോദിക്കാറുണ്ട്. ചില സമയത്ത് ലൈഫിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള കോൺസെപ്റ്റ്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അവസരാത്മക ചിലവ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്.
അപ്പോൾ ഞാൻ കുട്ടികളോട് നോർമലി ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇത് പഠിക്കണ നേരം കൊണ്ട് ഏതെങ്കിലും ഒരു തുണിക്കടയിൽ പോയി നിന്നൂടെ, നിങ്ങൾക്ക് അപ്പോൾ പൈസ കിട്ടൂലേ, എത്ര രൂപ കിട്ടുമെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും 10,000-15,000 ഒക്കെ കിട്ടും എന്ന് പറയും. അതാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നിങ്ങളിപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഈ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ 10,000 രൂപയാണ്. അതാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ള കോൺസെപ്റ്റ്. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഞാൻ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ രീതിയിൽ തന്നെ ആവണം എന്നില്ല, എന്നാലും ഇതുപോലെ ലൈഫുമായിട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഓരോ കോൺസെപ്റ്റും ഞാൻ അങ്ങനെ ആയിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാറ് നോർമലി. ഇവിടെ ഈ എക്കണോമിക്സിന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് SCRT ടെക്സ്റ്റ് ആണോ അതോ NCRT ടെക്സ്റ്റ് ബുക്കുകളാണോ? SCRT കുഴപ്പമില്ല. നോർമലി SCRT തന്നെയാണ് ക്വസ്റ്റ്യൻ കണ്ടുവരുന്നത്. പിന്നെ നമുക്ക് പിള്ളേർക്ക് പ്രത്യേകിച്ച് ഒരു റെഫറൻസ് കൊടുക്കേണ്ട കാര്യമില്ല. എൻ്റെ ക്ലാസ്സസ് ഞാൻ എടുക്കുന്ന മൊഡ്യൂളിൽ കംപ്ലീറ്റ് ഫുൾ കോണ്ടന്റ് ഞാൻ എല്ലായിടത്തും, അതായത് ടീച്ചർ നോട്ട് തയ്യാറാക്കുന്ന സമയത്ത് NCRTയും SCRT എല്ലാ പുസ്തകങ്ങളിൽ നിന്നും. വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് കുട്ടികൾക്ക് മറ്റൊരു പ്രിപ്പറേഷന്റെയോ അല്ലെങ്കിൽ ഒരു വീണ്ടും അത് അനലൈസ് ചെയ്യേണ്ട ഒരു ഘടകത്തിലേക്ക് പോകുന്നില്ല. സ്പെഷ്യൽ നോട്ട് തയ്യാറാക്കേണ്ടി വരും. റെഫറൻസ് ഉൾപ്പെടെയാണ് ചെയ്യുന്നത്, ഇൻക്ലൂഡിംഗ് PYQ. ഇപ്പോൾ ഇതാണെങ്കിലും നമ്മൾ സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സാധാരണ എന്താ പറയുക, നോർമലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, സിമ്പിൾ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, അതുൾപ്പെടെ നോക്കി ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ ജനറൽ PSCയിലും ഇപ്പോൾ നീതി ആയോഗിന്റെ ചില ടോപ്പിക്സ് ജനറൽ PSCയിൽ വരുന്നതാണ്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ എടുക്കാറുണ്ട്. നാഷണൽ ഇൻകം സ്ഥിരമാണല്ലോ, എല്ലാ ജനറൽ പേപ്പറിലും നാഷണൽ ഇൻകം, മണി ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്കിങ്, ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതൊക്കെ സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിപ്പോ നമ്മുടെ HSCക്ക് മാത്രമല്ല ഏത് ജനറൽ PSC എടുത്താലും നമുക്ക് കാണാം. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്റർനാഷണൽ പൊളിറ്റിക്സിലേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ PSCയിൽ നിന്നൊരു വലിയ മാറ്റം, കുറെ തിയറീസ്, അത് ജോൺ ലോക്കിനെ പോലെയുള്ള പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സിന്റെ ഒക്കെ തിയറി വരുമ്പോൾ ഈ പൊളിറ്റിക്സ് പഠിക്കാത്ത കുട്ടികളിലേക്ക് എങ്ങനെ എത്തിക്കും ടീച്ചർ? ഇപ്പോൾ പൊളിറ്റിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, പൊളിറ്റിക്സിൻ്റെ കുറച്ച് എന്താ പറയുക, കുറച്ച് ആളുകളെ കുറിച്ചിട്ട്, അതിനകത്തുള്ള ആളുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ പഠിച്ചെടുക്കാം. അപ്പോൾ അതിൽ പൂർണ്ണമായിട്ടും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം പറയുകയാണെങ്കിൽ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് നമ്മൾക്ക് സിലബസ് കണക്ട് ചെയ്ത് എല്ലാ ഫാക്ട്സും മുന്നോട്ട് പഠിച്ചു പോകാം. പിന്നെ ഈ പറയുന്ന പോലെ ഒരു ജനറൽ PSCയിൽ നമ്മൾ പഠിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറേ കണ്ടൻറ്റാണ് കൂടുതലായിട്ട് നമ്മുടെ എക്സാമിന് വരിക. പിന്നെ അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്, ഒരു മേഖലയാണ്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണെങ്കിലും, പിന്നെ അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടികളെ കുറിച്ചിട്ട്, ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് നമ്മൾ രാജ്യത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പേപ്പറിലൂടെ ന്യൂസിലൂടെ ഒക്കെ അറിയുന്നുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ഒരു തിയറി കേൾക്കണമെന്നില്ല. പ്രഷർ ഗ്രൂപ്പുകളെ കുറിച്ചിട്ട് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്കതിൽ കണക്ട് ചെയ്ത് ചെന്ന് നിൽക്കാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ പഠിക്കേണ്ടി വരുന്നത് അവിടെ ആകെ ഒരു കൊട്ടേഷൻസ് ഒക്കെ കുറച്ച് എന്താണ് നമ്മുടെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ജോൺ ലോക്കിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഓരോ ഫിലോസഫേഴ്സ്, പൊളിറ്റിക്കൽ തിങ്കേഴ്സ് ഉണ്ട്. അപ്പോൾ അത് എടുത്തു തന്നിരിക്കുന്നത് കൊണ്ട് അവരുടെ ബുക്സും അവർ പറഞ്ഞിരിക്കുന്ന ഫേമസ് ആയിട്ടുള്ള കൊട്ടേഷൻസും നമുക്കൊന്ന്, അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്ത കുറച്ച് കണ്ടന്റ് അത് എന്താണ് എന്നുള്ളത് നമുക്കത് ക്ലാസ് കേട്ട് തന്നെ ഉറപ്പിച്ച് പഠിച്ചെടുക്കണം. നമുക്ക് കുറച്ച് കോഡുകളിലൂടെയും കുറച്ച് എക്സ്പ്ലനേഷനിലൂടെയൊക്കെ ക്ലാസ്സിലൂടെ കടന്നു പോകാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഫുൾ കണ്ടന്റ് നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും. അപ്പോൾ കണ്ടന്റ് അന്വേഷിച്ച് ഒരു ബുദ്ധിമുട്ട് വരണ്ട. കാരണം ഈ സിലബസിലെ ഈ പൊളിറ്റിക്സും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെമസ്റ്റർ 1 ഡിഗ്രി ലെവല്, സെമസ്റ്റർ 2 ഡിഗ്രി ലെവല്, ഇപ്പോൾ പ്രഷർ ഗ്രൂപ്പിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. അപ്പോൾ അതൊക്കെ വന്നിരിക്കുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ, അതായത് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും പഠിക്കുന്ന കണ്ടന്റ് ആയിരുന്നു നമ്മുടെ HSCയുടെ സിലബസിലുണ്ടായിരുന്നത്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരികയും ചെയ്തു. അപ്പോൾ നമ്മളൊരു 10th വരെയുള്ള ഒരു ബുക്ക് വായിച്ചാലോ അല്ലെങ്കിൽ +1 +2 ബുക്ക് വായിച്ചാലോ ആ കണ്ടന്റ് നമുക്ക് പൂർണ്ണമായിട്ടും ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓൾറെഡി അത് ഏരിയ മനസ്സിലായതുകൊണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്താണ് കഴിഞ്ഞ തവണയും കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തവണയും നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് തന്നെ അത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് എൻട്രിയുടെ HSA സോഷ്യൽ സയൻസ് ടീം. വ്യത്യസ്ത തരത്തിലുള്ള വിഷയങ്ങൾ ഒരൊറ്റ കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് വ്യത്യസ്ത മാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നാളെ ഒരു തലമുറയെ വാർത്തെടുക്കേണ്ട പുതുയുഗ നവയുഗ അധ്യാപകരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി എൻട്രി ഒരുങ്ങിക്കഴിഞ്ഞു. ജനറൽ പേപ്പറിൽ പിയാഷെ മുതൽ അങ്ങ് താഴെ അറ്റം വരെയുള്ള മുഴുവൻ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്ര ക്ലാസ്സുകളും
റിനൈസൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളിൽ നിന്നുള്ള ചെറിയ പോർഷൻസുമായി ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും. വിശ്വസിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ട് എൻട്രി എടുക്കാം എന്നതിനുള്ള തെളിവുകൾ ഞങ്ങൾ നിരത്തി കഴിഞ്ഞു. കാരണം പ്രതിഭയുടെ വിളയാട്ടം എന്ന് വേണമെങ്കിൽ പ്രതിഭകളുടെ വിളയാട്ടം എന്ന് തന്നെ 100% വിലയിരുത്താനും വിശ്വസിക്കാനും നിർവചിക്കാനും കഴിയുന്ന ഒരു വലിയ കണ്ടന്റ് എക്സ്പേർട്ടുകളുടെ ഒരു കൂട്ടമാണ് എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. ധൈര്യമായി 100% ധൈര്യമായി നിങ്ങൾക്ക് വരാം.